നമുക്കൊന്ന് ഉലുവാക്കഞ്ഞി വയ്ക്കാം. ഉലുവാക്കഞ്ഞി, കർക്കിടകക്കഞ്ഞി, ഉലുവ കഞ്ഞി. ഒരു ഗ്ലാസ് അരി എടുത്തു, 1/4 ഗ്ലാസ് പയർ ഇട്ടു. നല്ലതുപോലെ കഴുകി നമുക്കെടുക്കാം. കഴുകി എടുത്തിട്ടുണ്ട്. നല്ല ചുമന്ന അരിയാണ്. നമുക്ക് കുക്കറിലേക്ക് ഇടാം. കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. കുറച്ച് തേങ്ങ ചിരികിയതെടുത്ത്, 1/2 സ്പൂൺ അരിമോദകം, കുറച്ച് ജീരകം, 1 സ്പൂൺ ജീരകം, 1 സ്പൂൺ ഉലുവാപ്പൊടി. ഉലുവ ഇല്ലാത്തത് കൊണ്ടാണ് ഉലുവാപ്പൊടി എടുക്കുന്നത്. ഉലുവയുള്ളവർക്ക് ഉലുവ തന്നെ ഇട്ടരയ്ക്കാം. എല്ലാം കൂടി 1 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ഇടാം. മഞ്ഞൾപ്പൊടി എടുത്തപ്പോഴേ കുറച്ച് കളഞ്ഞു പോയി. ഇത്രയും കൂടി ഇട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കുക. ഇതാണ് കർക്കിടകക്കഞ്ഞി, ഉലുവാക്കഞ്ഞി, അരച്ച് വീത്തിയ കഞ്ഞി എന്നൊക്കെ പറയും. ഇത് വേറൊരു കാര്യം കൂടി ഇടാനുണ്ട്. ഇത് മുതിരയും പിന്നെ കല്ലുപ്പും കരിവേപ്പിലയും കൂടെ പൊടിച്ചതാണ്. ഇത് കൂടി നമുക്കിതിട്ട് നല്ലതുപോലെ അരയ്ക്കാം. 1 സ്പൂൺ ഇട്ടാൽ മതി. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അരച്ചിട്ട് വരാം. നമ്മൾ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഞ്ഞി തയ്യാറാകുമ്പോൾ അതിലേക്ക് ഒഴിക്കാം. നമ്മുടെ കഞ്ഞി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബിസിലും കൂടെ അടിക്കുമ്പോൾ നമുക്ക് എടുക്കാം. കഞ്ഞി നമുക്ക് മൂടി തുറക്കാം. കഞ്ഞി നല്ല വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. കഞ്ഞിയിലേക്ക് ഒഴിച്ചു.